Hello everyone, welcome back to Xylem Learning. It's me Jamshad, you can call me Jerry. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓണം എക്സാമിന് കവിതയിൽ നിന്ന് ആക്ച്വലി പോത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് താജ്മഹൽ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് താജ്മഹൽ എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതിൻ്റെ രൂപം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും ഇനി വരുന്ന മറ്റു കവിതകളൊക്കെ ഏത് രൂപത്തിൽ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കട്ടക്കൊരു ഐഡിയ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ don't forget to subscribe and share to your friends. ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക, അവരും പാസ്സാവട്ടെ, സെറ്റ് ആവട്ടെ. അപ്പോൾ ഓണം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ മിസ് ചെയ്യരുത്, അവസാനം വരെ കാണുക. കുഞ്ഞു വീഡിയോ ആണ്, കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. താജ്മഹൽ ഈ ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ ലൈവ് സെഷൻ ഷാജു സാർ എടുത്ത് സെറ്റാക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടും. എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത് ാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിസ് വൺ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ. ഇത് ലൈക്ക് ബട്ടൺ കേട്ടോ, നിങ്ങൾ ഇട്ടുണ്ടാവും. ഓക്കെ, ഐ നോ ദാറ്റ്, ഇല്ലെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഏതായാലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. റീഡ് ദ ലൈൻസ് ഫ്രോം ദ പോം താജ്മഹൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദ ഫോളോ. ഇവിടെ ഒരു താജ്മഹൽ എന്നുള്ള കംപ്ലീറ്റ് കവിത കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കുറഞ്ഞൊരു ഭാഗം മാത്രം കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നമുക്ക് നോക്കിയാലോ. നോക്കാം. Though emeralds, rubies, pearls are all but as a glitter of rainbow trickling out of empty air and must pass away, yet still one solitary tear would hang on the cheek of time in the form of the white and gleaming Taj Mahal. ആകെ കുറഞ്ഞ വരികൾ മാത്രമേ കൊടുത്തുള്ളൂ. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചുള്ള ചോദ്യം, what are the emeralds, rubies and pearls compared to? എമറാൾഡ്സും റൂബീസും പേൾസും ഒക്കെ എന്തിനോടാണ് കമ്പയർ ചെയ്തതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഗസ് ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കും, അത് നിങ്ങൾ ഗസ് ചെയ്യുക. എന്നിട്ട് ഇത് പോസ് ചെയ്തിട്ട് ഗസ് ചെയ്യുക. എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് സൂം ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഗസ് ചെയ്യുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു കുഡ് അണ്ടർസ്റ്റാൻഡ് ദ പോം. കവിത മനസ്സിലായി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, നേരെ ആ ലൈവൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക, സെറ്റാക്കുക, പവറാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ എന്തിനോടാണ് കമ്പയർ ചെയ്ത് ആൻസർ കാണിക്കാൻ പോവാണ്. യെസ്, ദിസ് വൺ ഗ്ലിറ്റർ ഓഫ് റെയിൻബോയുടെ ആ ഗ്ലിറ്റർ, ആ ഒരു തിളക്കത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു നിമിഷ നേരം ഉണ്ടാകുന്ന റെയിൻബോയോടാണ് നമ്മൾ ഇതിനോട് കമ്പയർ ചെയ്തത്. എമറാൾഡ്സ് ആയാലും റൂബീസ് ആയാലും പേൾസ് ആയാലും ഒക്കെ അത് ആസ് എ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ, അത് സിമിലിയാണ്. അവിടെ കാരണം എന്താ, ആസ് വന്നിട്ടുണ്ട്, അപ്പോൾ സിമിലിയാണ്, കമ്പയർ ചെയ്തതാണ്. ഓക്കെ, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലൈൻ വിച്ച് ഷോ ദ ട്രാൻസൻസ് ഓഫ് റെയിൻബോ. ഏത് വരിയിലാണ് ട്രാൻസൻസ് ഓഫ് റെയിൻബോ? എന്താണ് ഈ ട്രാൻസൻസ്? ഏതോ സയൻസ് ആണോ? അല്ല, നിമിഷ നേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ക്ഷണികമാണ്, പെട്ടെന്ന് നശിച്ചു പോകും. റെയിൻബോ പെട്ടെന്ന് തീർന്നു പോകും, ഷും പരിപാടിയാണ്. അത് തോന്നിപ്പിക്കുന്ന വരി ഏതാണെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിക്കോ. ഏത് വരിയിലാണ് അതിൻ്റെ ആൻസർ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തോ. മൈൻഡിലേക്ക് വരട്ടെ. ആൻസർ കണ്ടുപിടിക്കുക. പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചോ. എക്സാക്ട് ആൻസർ അവിടെ കാണിക്കാൻ പോവാണ്. കണ്ടോ, ദിസ് വൺ ട്രിക്കിംഗ് ഔട്ട് empty air and must pass away. ആ മസ്റ്റ് പാസ് അവേ എന്നുള്ളതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ട്രിക്കിംഗ് ഔട്ട് empty air and must pass away. ആ empty airലേക്ക് ഇങ്ങനെ എന്താക്കും, ഇങ്ങനെ വിടർന്ന് നിൽക്കും. എന്നിട്ട് അതെന്താക്കും, അത് പെട്ടെന്ന് പോയി പോകും. ഫസ്റ്റ് പാസ് അവേ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. ആണ്ട് റെയിൻബോ കുറേ നേരം ഉണ്ടാവോ? ഇല്ല, അത് പെട്ടെന്ന് പോയി പോകും. ഓക്കെ, ഇനി ഹൗ ഈസ് താജ്മഹൽ ഡിസ്ക്രൈബ്ഡ്? എന്തായിട്ടാണ് താജ്മഹലിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ്, എന്തിനോട് കമ്പയർ ചെയ്തെന്നല്ല, അതിനെ എങ്ങനെയാണ് ഇവിടെ വിവരിച്ചത് എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരിച്ചത്? അത് ഒരു വരിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. യെസ് പറഞ്ഞോ. യെസ്, ഓഫ് ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ. നല്ല തിളങ്ങുന്ന ആ ഒരു താജ്മഹൽ അല്ലേ. കറക്റ്റ് ആൻസർ അതാണ്. നിങ്ങൾ ഗസ് ചെയ്തത് കറക്റ്റ് ആയിരിക്കും. വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ്, വെള്ള കളറിലാണ്. അതുപോലെ തന്നെ ഗ്ലീമിങ്, നല്ല ഗ്ലാമറസ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഗ്ലീമിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന എന്നുള്ളൊരർത്ഥം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ഇമേജ്. നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ധാരാളം പോയറ്റിക് ഡിവൈസസുകളൊക്കെ എല്ലാ കവിതകളിലും ഉണ്ടാവുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലിട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സിമിലി, മെറ്റഫർ, നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ റൈമിങ് സ്കീം, റൈമിങ് വേർഡുകൾ തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ പേഴ്സോണിഫിക്കേഷൻ നമുക്കൊക്കെ പഠിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. സോ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റാക്കാം. ഓക്കെ യെസ് നെക്സ്റ്റ് വൺ. ഇതിൽ വിഷ്വൽ ഇമേജ് ആയിട്ട് നമ്മൾ കാണുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഏതാ? റെയിൻബോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിഷ്വൽ ഇമേജ് ഫീൽ ചെയ്യുന്നില്ല, കാണുന്നത് പോലെ ഒരു ഫീൽ വരും. റെയിൻബോ ഉണ്ട്, അത് മാത്രമല്ല വേറെയും കുറേ ഉണ്ട്. ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ ഗസ് ദാറ്റ്. ഓക്കെ, സോളിറ്ററി വുഡ് ഹാങ് ഓൺ ദ ചീക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് നമുക്ക് വിഷ്വൽ ഇമേജ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെ തൂങ്ങുന്നത് പോലൊക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടും. പറ്റും. അത് മാത്രമല്ല അത് പേഴ്സോണിഫിക്കേഷൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് ഇതിൽ ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ എക്സ്ട്രാ പറയാണ്. കാരണം സമയം ഇങ്ങനെ കവിളിൽ ഇങ്ങനെ തൂങ്ങോ, സമയം അങ്ങനെ തൂങ്ങാൻ കഴിയോ, സമയം കാര്യമോ ഇല്ല. അത് ആക്ച്വലി പേഴ്സോണിഫിക്കേഷൻ ആയി നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, പക്ഷേ അതും കൂടി നമ്മുടെ സൈലം പഠിപ്പിക്കുന്നുണ്ട്. whatever, which line do you like the most? വൈ. ഇതിലേത് വരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? വൈ എന്നുള്ള ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതിനും ഒരു മാർക്ക് ഉണ്ട്. സോ അതുകൊണ്ട് മിസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു വരി സെലക്ട് ചെയ്യുക, അതിനെന്തെങ്കിലും ഒരു റീസണും കൊടുക്കുക. നമുക്ക് ഏത് വരിയും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ആൻഡ് മസ്റ്റ് പാസ് അവേ എന്നുള്ളത് വേണമെങ്കിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ബട്ട് ആസ് എ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ ആൻഡ് മസ്റ്റ് പാസ് അവേ. ഈ വരിയും സപ്പോസ് എനിക്കൊരു ഇഷ്ടപ്പെട്ട പറയാണ്, ആ ഒരു റെയിൻബോ പോലും എന്തായിപ്പം പെട്ടെന്ന് പോവും എന്ന് പറയാം. മസ്റ്റ് പാസ് അവേ എന്തായാലും നഷ്ടപ്പെടും. ഓക്കെ, അതൊക്കെ എന്തിനോടാണ് കമ്പയർ ചെയ്ത്? എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ഒക്കെ ഈ ഒരു റെയിൻബോ പോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ കുറച്ച് ടൈം കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടൊന്ന് നഷ്ടപ്പെടും. നമ്മളും ഇവിടെ ഈ ഒരു ലോകത്തിൽ നിന്ന് മരിക്കാനുള്ളവരാണ്. ഞാൻ ജസ്റ്റ് നിൻ്റെ ഒരു തോട്ട് പറഞ്ഞാണ്. സോ വി ഓൾസോ ഹാവ് ടു ഡൈ ആൻഡ് വി ആർ ലിവിങ് ഓൺലി ഫ്യൂ ലിമിറ്റഡ് ഇയേഴ്സ് ഇൻ ദിസ് വേൾഡ്. സപ്പോസ് ഞാൻ എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതും. അതുപോലെ നിങ്ങളുടേതായ ആശയത്തിൽ, നിങ്ങളുടേതായ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ എഴുതുക. സോ വി ഹാവ് ടു ഡൈ, സോ വി ഹാവ് ടു ഡു സംതിങ് ഗുഡ് at the few time and at the transience of the time we are living in this world. കുറഞ്ഞ നിമിഷം മാത്രമേ നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ. സോ അങ്ങനെ ഒരു തീം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് തീം. സോ ഐ ലൈക്ക് ദിസ് ലൈൻ എന്നങ്ങോട്ട് എഴുതി കൊടുത്താൽ അതിൻ്റെ ആ ഒരു മാർക്ക് കിട്ടി. ഇത്ര ഡിസ്ക്രൈബ് ചെയ്യണമെന്നില്ല, കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെറുതായിട്ട് എഴുതിയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻ ഏതാണെന്നുള്ളത്, അതെന്താണെന്നുള്ളത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞത് തന്നെ വേണമല്ല, വേറെ ഏതെങ്കിലും ലൈൻ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, കമൻറ്റ് ബോക്സിൽ അത് പ്രാക്ടീസ് ചെയ്യുക, സെറ്റാക്കുക, പവറാക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ എങ്ങനെയാണ് കവിത പഠിക്കേണ്ടത്, കവിത ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ എന്ത് കിട്ടുകയുള്ളൂ, മാർക്ക് എക്സാമിന് കിട്ടുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ. അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണ്, അതുപോലെ തന്നെ ആ വരി എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ആവാം ബൈ ഡൂയിങ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതുപോലെ മാത്രമല്ല നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്, അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ ഫ്രീ നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സൈലത്തിലെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും, ഫ്രീ ആണ്. സോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ത്രൂ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. until then it's a bye and thank you.